എൻ്റെ പേര് എം കുര്യൻ. ഞാനിവിടെ കോട്ടയത്ത് അടുത്ത് 6 കിലോമീറ്റർ തെക്ക് മാറി പള്ളം എന്ന് പറയുന്ന സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇവിടെയാണ് ടെറസ് ഫാമിംഗ് തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളായി. ഇപ്പോൾ ഈ ഗ്രോ ബാഗ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുക, 2 വർഷം കഴിയുമ്പോഴത്തേക്ക് പോവുക, ഇങ്ങനെ ഒരു സ്ഥിരമായിരുന്നു. അപ്പോഴാണ് ഞാൻ ഈ തവണ എന്നാൽ അങ്ങനെയല്ല, കുറച്ച് ഈട് നിൽക്കുന്ന ഒരുപാട് അന്വേഷിച്ച് ഞാൻ. അപ്പോൾ അങ്ങനെ ഒരു അന്വേഷണത്തിലാണ് പാലായിൽ എന്തോ ഒരു റബ്ബർ സൊസൈറ്റിയോ കമ്പനിയോ മറ്റോ റബ്ബർ ഫാം എന്ന പേരുള്ളവർ അവരിങ്ങനെ ഈ റബ്ബർ കൊണ്ടുള്ള ഗ്രോ ബാഗ് ഉണ്ടാക്കുന്നുണ്ടെന്ന് അറിയാനിട നമുക്ക് കുറച്ച് നാൾ നീണ്ടു നിൽക്കുന്ന ഗ്രോ ബാഗിനെ പറ്റിയുള്ളൊരു അന്വേഷണമുണ്ട്. ഇപ്പം ഞാൻ ഈ പ്ലാസ്റ്റിക് കൊണ്ടുള്ളതൊക്കെ ഞാൻ അന്വേഷിച്ചു. വില കൂടുതലും മാത്രമല്ല അതിനകത്ത്, അത് ഉണ്ടാക്കുന്ന പാരിസ്ഥിതികമായ വിഷയങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ലിജോ, അദ്ദേഹത്തെ കാണാനും പരിചയപ്പെടാനും ഇടയായി. അങ്ങനെയാണ് ഈ ഒരു റബ്ബർ കൊണ്ടുള്ള എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഗ്രോ ബാഗിനെ പറ്റി അറിയാനിടയാവുകയും ഞാൻ തുടർന്ന് ഒരു 150 ഗ്രോ ബാഗ് ആ കമ്പനിയിൽ നിന്ന് വരുത്തി. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിനുള്ള ഏതാണ്ട് 1 സെന്റിനകത്തുള്ള ഏരിയ ഈ സൂര്യപ്രകാശം ടാപ്പ് ചെയ്യാവുന്ന രീതിയിൽ ഞാൻ സംവിധാനം ചെയ്യും. അപ്പോൾ ഇത്രയും വേണ്ടി, ഇനിയും പോരാ, അത് ഇനിയും വേണം, ഒരു 100 കൂടെ വേണ്ടി വരും. ഇതെൻ്റെ ഒരു ചെറിയ വീടാണ്. ഈ വീടിൻ്റെ മുകളിൽ മാത്രമേ എനിക്ക് സൂര്യപ്രകാശം കിട്ടുന്ന ഇടവുള്ളൂ. കാരണം എനിക്ക് ഉള്ള എൻ്റെ ഒരു 40-45 സെന്റ് എന്ന് പറയുന്ന പുരയുടെ മുഴുവൻ ലാവ്, മാവ്, ഫലവൃക്ഷങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുക. അപ്പോൾ സൂര്യപ്രകാശം താഴേക്ക് കിട്ടില്ല. അങ്ങനെ വന്നപ്പോഴത്തേക്ക് കുറച്ച് നാളുകളായിട്ട് ഞാൻ ആ വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറി ഈ ചെറിയ ടെറസുകളിൽ നിന്നാണ്, 4 ടെറസുണ്ട് ഇവിടെ ഉണ്ടായി. ഞങ്ങൾ കഴിഞ്ഞ 2 വർഷമായിട്ട് പച്ചക്കറി ഞാൻ മെയിൻലി ഒരു വെജിറ്റേറിയനാണ്. ഞങ്ങളുടെ വീടും മറ്റ് മത്സ്യമാംസാദികളൊന്നും ഉപയോഗിക്കില്ല. അപ്പോൾ പച്ചക്കറി ഒരു മസ്റ്റാണ്. അപ്പോൾ ഇത് ഈ പണം ഉണ്ടാക്കാനായിട്ടുള്ള രീതിയിലല്ല ഞാൻ ഈ കൃഷിയെ കാണുന്നത്. സാധിക്കും നമുക്കെല്ലാം. ഇപ്പം തന്നെ ഈ ശീതകാല പച്ചക്കറികളാണ് നമ്മൾ ചെയ്തു തുടങ്ങിയത്. കോളിഫ്ലവർ, കാബേജ്, ബ്രോക്കോളി, സാലഡ് കുക്കുംബർ, തക്കാളി, ടെർണിപ്പ്, ഒരുപാടുണ്ട് ഇവിടെ, എല്ലാം ഉണ്ട്. ചോളം വരെ ഉണ്ട്. ഇപ്പോൾ അവിടെ അപ്പുറത്ത് ചോളം നിപ്പുണ്ട്. പിന്നെ നമ്മുടെ നാടൻ ഇനങ്ങളായ ചീര, അതുപോലെ തന്നെ വെണ്ട, പാവല്, പടവലം, ഇതെല്ലാം ഇവിടെ ഉണ്ട്. പിന്നെ പാലക്കുണ്ട്. ഈ കൃഷി വന്ന് കണ്ട പലരും എന്നോട് ചോദിച്ചു, നിങ്ങൾ ഇതിനകത്ത് കീടനാശിനി ഉപയോഗിച്ചിട്ടുണ്ടോ? കീടങ്ങളുടെ ശല്യം ഒന്നും കാണുന്നില്ലല്ലോ, ഇതെങ്ങനെ സാധിച്ചു എന്നുള്ളതാണ് ചോദ്യം. ഞാൻ പറയും, ഇതിനകത്ത് 1 ഗ്രാം പോലും ഏതെങ്കിലും തരത്തിലുള്ള കെമിക്കൽ വസ്തുക്കളോ അല്ലെങ്കിൽ കുമ്മായമോ ഒന്നും ഇട്ടിട്ടില്ല ഈ മണ്ണിൽ. അതിന്റെ അടിസ്ഥാനമായ തത്വം എനിക്ക് കിട്ടിയത് പലേക്കറിൽ നിന്നാണ്. പലേക്കർ അദ്ദേഹത്തിന്റെ പ്രകൃതി കൃഷി എന്ന് പറയുന്നത് ഇന്നിപ്പം ലോകത്ത് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കൃഷി സമ്പ്രദായമാണ്. നമ്മുടെ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇവിടെ ജൈവ കൃഷി എന്നും പറഞ്ഞുകൊണ്ടാണ്. ജൈവ കൃഷിക്കകത്ത് ഒരുപാട് ഇൻപുട്സ് വേണ്ടി വരും. പ്രകൃതി കൃഷിയിൽ ഇൻപുട്ട് ഇല്ല. ഇപ്പൊ ഞാൻ ഈ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഗ്രോ ബാഗിനകത്തുള്ള മിക്സ്ചർ എന്ന് പറയുന്നത് എൻ്റെ മണ്ണില് കഴിഞ്ഞ 10-40 വർഷമായിട്ട് ഒരു തരത്തിലുള്ള രാസവളമോ കീടനാശിനിയോ ഒന്നും ഉപയോഗിക്കാത്ത മണ്ണായത്. നാടൻ പശുവിന്റെ ചാണകം പൊടി ചേർത്തു, പിന്നെ ചകിരിച്ചോറ് ഫോർ ദ ലൂസിങ്സ് സോയിൽ, അത് 1:1:1 എന്നുള്ള റേഷ്യോയിൽ മിക്സ് ചെയ്ത സോയിലായത്. ഇതിനകത്ത് വേറെ ഒന്നും തന്നെ ഇട്ടിട്ടില്ല. 1 സ്പൂൺ കൊണ്ടുള്ള ഒരു വസ്തു, അന്യമായ ഒരു വസ്തു ഇല്ല. പക്ഷെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇതിന്റെ പച്ചപ്പും ഇതിന്റെ ആരോഗ്യവും ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പൊ ഇത് സാധിക്കും. അതാണ് ഞാൻ പറയുന്നത്, സയന്റിഫിക്കലി നമുക്ക് ലോജിക്കായിട്ട് യുക്തിഭദ്രമായിട്ട് തെളിയിക്കാൻ പറ്റും. ഈ മണ്ണിൽ ഒരു കൃഷിയുടെ പേരിൽ ഒരു വസ്തുവും ഇടേണ്ട കാര്യമേ ഇല്ല. ഈ പാലത്തിന്റെ 2 സൈഡിലും ഈ പറയുന്ന ഗ്രോ ബാഗ് വെച്ചിട്ട് ഇപ്പൊ ഞാൻ അതിനകത്ത് ക്രീപ്പേഴ്സ്, ഇപ്പൊ ഇതിനകത്ത് പാവലുണ്ട്, സാലഡ് കുക്കുംബർ ഉണ്ട്, ഗ്രീൻ പീസ് ഉണ്ട്. ആ സമയം കൊണ്ട് ഇതൊരു കവറേജ് ആവും, കാണാൻ ഒരു ഭംഗി ഉണ്ടാവും. അറ്റ് ദ സെയിം ടൈം യു വിൽ ഗെറ്റ്, നമുക്ക് മാക്സിമം ഇതിനകത്ത് നിന്ന് കിട്ടുകയും ചെയ്യും. സൂര്യപ്രകാശം കംപ്ലീറ്റ് ടാപ്പ് ചെയ്യുന്നതിനും കൂടിയാണ് ഈ പാലം പണിതപ്പോൾ ഇവിടുത്തെ സൂര്യപ്രകാശം ടാപ്പ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ 2 സൈഡിലും ബ്രഞ്ച് ഉണ്ടാക്കി ഈ പറയുന്ന ഗ്രോ ബാഗ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഗ്രോ ബാഗിന്റെ ചില അഡ്വാൻറ്റേജ് എനിക്ക് അനുഭവപ്പെട്ടത് എന്താണെന്ന് ചോദിച്ചാൽ,
സാധാരണഗതിയിൽ ഞാനിപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ഗ്രോ ബാഗ്. അപ്പം ഞാൻ പറയില്ല പ്ലാസ്റ്റിക്കിന്റെ ഒക്കെ, അത് ഈ 10-15 രൂപ 20 രൂപ എടുത്ത് വാങ്ങിക്കുന്നത് ഒരു 2 വർഷത്തിനാവുന്നതിന് മുമ്പ് തന്നെ അത് പോകും. നമ്മളുടെ പോലെ നമ്മുടെ ട്രോപ്പിക്കൽ ഈ കാലാവസ്ഥയിൽ കേരളത്തെ പോലെ അനുഗ്രഹീതമായിട്ടുള്ളൊരു നാടില്ല. എന്തെങ്കിലും ഇൻപുട്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നത്തിങ്. ഒരു സ്പൂൺ കൊണ്ട് പോലുള്ള ഒരു ഇൻപുട്ടും ഇല്ല. അത് നമ്മളുടെ പ്രകൃതിയുടെ സംവിധാനം അങ്ങനെയാണ് കേട്ടോ. അനുകൂലമായ സാഹചര്യങ്ങള് ആ ഭൂമിയിലുള്ള സകല ജീവജാലങ്ങൾക്കുള്ള ആഹാരം ഉണ്ടാക്കാനുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കാൻ നേച്ചർ ന്യൂസ് കേട്ടോ, പ്രകൃതിക്കറിയാം. ഞാൻ പലേക്കർ കർഷക സമിതിയുടെ കേരള കോർഡിനേറ്റർമാരിൽ ഒരാളാണ്. രാസവളമോ കീടനാശിനികളോ ഒന്നുമില്ലാതെ മണ്ണിൽ ഉണ്ടാകുമെന്നുള്ള ഒരു മെസ്സേജ് കൊടുക്കുന്നു. അപ്പൊ അതിന്റെ ഏറ്റവും വലിയ ടൂൾ എന്ന് പറയുന്ന നാടൻ പശുവാണ്. അപ്പൊ ഇതൊക്കെ അത് ഗ്രഹിച്ചപ്പോൾ അദ്ദേഹം നിങ്ങൾക്ക് ഉണ്ടാക്കി തന്ന ഒരു ലോഗോ ആണിത്, എംബ്ലമാണ്. ഇത് ശക്തമായെന്ന് ചോദിച്ചാൽ ഒട്ടും തന്നെ ശക്തമായിട്ടില്ല. ഇതിന്റെ പുകനൂരിന്റെ ഒരു ഫീച്ചറാണ് ഈ കൊമ്പിന്റെ ഈ ഷേപ്പ് എന്ന് പറയുന്നത് തോന്നുന്നു. മറ്റേ കയറിന്റെയും ഒക്കെ ഈ പ്രശ്നമുണ്ട്. കുറച്ച് കഴിയുമ്പോൾ കയറാണേലും കയറിന്റെ വലിയ വിലയാണ് കേട്ടോ. വില അതിന്റെ ഈ പറയുന്ന പോലെ തന്നെയാണ്. കുറച്ച് കഴിയുമ്പോൾ അത് അഴുകിയിട്ട് ഈ നാരിന്റെ അതിന്റെ പിടുത്തം പോയാൽ അതും ഇതുപോലെ തന്നെയാണ്. ഇത് നമുക്ക് വെയിറ്റ് ഇല്ലല്ലോ, വെയിറ്റും വലുതായിട്ടില്ല. നമുക്ക് വളരെ ഈസി ആയിട്ട് മാറ്റാം, എടുത്ത് മാറ്റി അങ്ങോട്ട് മാറ്റണമെങ്കിൽ നമ്മൾ ഈ വെച്ചിരിക്കുന്ന സ്ഥലം ശരിയല്ലെങ്കിൽ മാറ്റാനും ഒക്കെ നമുക്ക് വളരെ